JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ഇന്നത്തെ തൊഴിൽ വാർത്തയിൽ LD ക്ലർക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അതിന്റെ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചും എല്ലാം തന്നെ വിശദമായിട്ട് ഒരു വാർത്ത കാണാനിടയായി. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ പൊതുവെ ജൂലൈ 27 നടന്ന തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷയുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം കടുകട്ടി ചോദ്യങ്ങൾ ഞെട്ടിച്ചില്ല എന്നും ആത്മവിശ്വാസം കെടുത്തിയില്ല എന്നുമുള്ള അഭിപ്രായങ്ങളാണ് ഉണ്ടായത് എന്ന് തൊഴിൽ വാർത്തയിൽ പറയുന്നു. അതുപോലെ തന്നെ വേറിട്ട ചോദ്യങ്ങളുടെ എണ്ണം പൊതുവെ കുറവായിരുന്നതിനാൽ ശരാശരി തയ്യാറെടുപ്പ് നടത്തിയവർക്ക് പോലും ആശ്വാസം പകരുന്നതായി പരീക്ഷ എന്നും പറയുന്നുണ്ട്. പൊതുവിജ്ഞാനത്തെ സംബന്ധിച്ച് പൊതുവിജ്ഞാന വിഭാഗത്തിൽ സാമ്പത്തിക ശാസ്ത്രം, ഭരണഘടനാ വിഭാഗങ്ങളിലെ ചോദ്യങ്ങൾ അല്പം ആഴത്തിൽ പഠിച്ചവർക്ക് ഉത്തരം കണ്ടെത്താവുന്ന വിധത്തിലുള്ളതായിരുന്നു എന്നും റാങ്ക് നിർണ്ണയിക്കുന്നതിൽ ഈ ചോദ്യങ്ങൾ നിർണായക പങ്കുവയ്ക്കുമെന്നും ഉറപ്പാണെന്നും ഉദ്യോഗാർത്ഥികൾ പൊതുവെ പറയുന്നതായിട്ടാണ് തൊഴിൽ വാർത്തയിൽ പറയുന്നത്. ശാസ്ത്ര വിഭാഗത്തിലോ ഒന്നോ രണ്ടോ ചോദ്യം ഒഴികെയുള്ള കാര്യമായ വെല്ലുവിളി ഉയർത്തിയിട്ടില്ല. എന്നാൽ കലാ സാഹിത്യ വിഭാഗത്തില് മുഹിയുദ്ദീൻ മാലയിൽ നിന്ന് വന്ന വരികൾ പലരെയും കുഴക്കിയിട്ടുണ്ടാവും എന്നും ഒരു അഭിപ്രായം ഉദ്യോഗാർത്ഥികൾ പറയുന്നതായിട്ട് തൊഴിൽ വാർത്തയിൽ കാണുന്നുണ്ട്. പൊതുവിജ്ഞാനത്തിലെ 30ഓളം ചോദ്യങ്ങൾ പ്രസ്താവന രീതിയിലുള്ളതായിരുന്നു. എന്നാൽ മിക്ക ചോദ്യങ്ങളും ഉത്തരത്തിലേക്ക് എത്താവുന്ന രീതിയിൽ ഓപ്ഷനോടെ ആയതിനാൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല എന്നും കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലെ 2-3 ചോദ്യം ഒഴികെയുള്ള എല്ലാവർക്കും ഉത്തരം കണ്ടെത്താവുന്ന വിധത്തിലുള്ള ആയിരുന്നുവെന്നും ഒരു ചോദ്യം ആവർത്തിച്ചതും ഒരു ചോദ്യത്തിന് ഓപ്ഷനിൽ ഉത്തരമില്ലായിരുന്നതും കല്ലുകടിയായി മാറിയെന്നും പറയുന്നു. ഗണിതം, മാനസികശേഷി, ഇംഗ്ലീഷ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ വളരെ ലളിതമായിരുന്നു എന്നും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതിൽ ശരാശരിക്കാർക്ക് പോലും മുഴുവൻ മാർക്കും നേടാവുന്ന വിധത്തിലായിരുന്നു എന്നും ഈ പരീക്ഷയിലെ മറ്റു വിഷയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിച്ച ഭാഗം മലയാളം ആവാനാണ് സാധ്യത എന്നും തൊഴിൽ വാർത്തയിൽ കൃത്യമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് അവർ പറയുന്നത് തൊഴിൽ വാർത്തയിൽ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിരിക്കും. 58-68 ആണ്. 58-നും 68-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് എന്നാണ് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് തൊഴിൽ വാർത്തയിൽ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷയിൽ ആശ്വാസ മഴ എന്നും ട്രെൻഡ് ആയിട്ട് യോഗ്യത SSLC ആണെങ്കിലും ബിരുദതല പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മുൻതൂക്കം നൽകുന്ന ചോദ്യങ്ങളാണ് പൊതുവെ കാണുന്നതെന്നും 40% ചോദ്യങ്ങൾ ഈ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നവയാണെന്നും ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതുകൂടി മനസ്സിലാക്കി വെച്ചുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു എന്നും തൊഴിൽ വാർത്തയിൽ അവര് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ വാർത്തയിലെ ചോദ്യങ്ങൾ വളരെയധികം പ്രയോജനപ്പെട്ടു എന്നും തൊഴിൽ വാർത്ത നൽകുന്ന പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് 58-നും 68-നും ഇടയ്ക്കാണെന്നും തൊഴിൽ വാർത്തയിൽ പറയുന്നു. നിങ്ങൾ എല്ലാവരും തൊഴിൽ വാർത്ത കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി അതെല്ലാം കണ്ടു കാണുമെങ്കിലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ്സുകൾ വളരെയധികം പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.